Hi friends, Jamshi എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ എന്താ ഒരു കിടിലൻ ഫിഷ് മേക്കിംഗ് ആട്ടോ. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത്. കണ്ടാൽ നമ്മുടെ കയ്യിലുള്ളത് പൂത്തിരിയാണ്. അപ്പോൾ ഇതിനെ കൊണ്ടാണ് ഇന്നത്തെ മേക്കിംഗ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാം, കിടിലൻ വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തുന്നതാണ്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. അപ്പോൾ മീനൊന്ന് ക്ലീൻ ആക്കി എടുക്കാണ്ട് നമുക്ക് ഉള്ളിലുള്ള വേസ്റ്റൊക്കെ ഒന്ന് ചെറുതാക്കിയിട്ടൊന്ന് കളഞ്ഞെടുക്കാം. ഇതൊക്കെ ഒന്ന് ഒഴിവാക്കാം. ഒന്ന് ഇതിൻ്റെ ചിറകൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഇതൊക്കെ ഒന്ന് വരഞ്ഞെടുക്കാം കേട്ടോ. ആ കൊയ്പ്പൊക്കെ ഒന്ന് പൊയ്ക്കോട്ടെ. വാല് നമ്മൾ മുറിക്കണില്ല കേട്ടോ, വാല് ഇതേമാതിരി വെക്കുകയാണ്. ഇനി ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ചെറുതാക്കിയിട്ട് വരട്ട് കൊടുക്കാം. ഓപ്പോസിറ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുത്താണ്ട് ഒന്ന് വരട്ട് കൊടുക്കാം. ഇനി ഒന്ന് നമ്മളെ ഫിഷ് എന്ത് ചെയ്യുക, ഒന്ന് കേക്ക് ഫ്രഷ് ആക്കി എടുക്കാം കേട്ടോ. ഒന്ന് കേക്ക് എടുക്കാം കേട്ടോ, ഉള്ളിലൊക്കെ ഒഴിവാക്കിയാണ്ട്. ഇനി എന്ത് ചെയ്യുക, അല്പം മസാലയൊക്കെ ഒന്ന് ചേർത്തെടുക്കാം. അങ്ങനെ കേക്ക് ഒന്ന് കുട്ടപ്പനാക്കിയിട്ടുണ്ട്. മസാലയൊക്കെ ഒന്ന് ചേർത്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളെ മീൻ ഇതവിടെ അടിപൊളിയായിട്ട് കേക്ക് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി ചെറിയൊരു മസാല ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മസാല ഒക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് കാണാം. കാശ്മീരി ചില്ലി കേട്ടോ, ഒരല്പം കാശ്മീരി ചില്ലി ഇട്ടെടുക്കാം. ചെറിയ മീനായതുകൊണ്ട് ഓവറായിട്ടൊന്നും വേണ്ട. അല്പം കുരുമുളക് പൊടി ഇട്ടോ, പെപ്പർ ചില്ലി. നമ്മൾ ഓവർ മസാല ഒന്നും ചേർക്കണില്ല. അല്പം ഉപ്പ് ഇട്ടോ ഒന്ന് ചേർത്തെടുക്കാം. അത് നല്ലോണം ഒന്ന് മിക്സ് ആക്കാം. അല്പം ഓയിൽ ചേർത്താണ്ട് നമ്മൾ മസാല ഒക്കെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അങ്ങനെ മസാല ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, മീൻമേലൊന്ന് ആഡ് ചെയ്തെടുക്കാം. മസാല ഒക്കെ ഒന്ന് എല്ലായിടത്തും ഒന്ന് എത്തിക്കോട്ടെ. ചെറിയൊരു മിനുക്ക് വാങ്ങിട്ടോ, ഓപ്പോസിറ്റ് മറിച്ചിട്ടുണ്ട്. ഇനി അല്പം ഉൾഭാഗത്തൊക്കെ ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ. ഇനി എന്ത് ചെയ്യുക, ഒരു 5 മിനിറ്റ് ഇത് റെസ്റ്റിന് നിൽക്കട്ടെ. അതിന് ശേഷം നമുക്ക് കാണാം. അങ്ങനെ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി എന്ത് ചെയ്യുക, നമുക്ക് ഫോയിൽ പേപ്പറിലൊന്ന് പൊതിഞ്ഞെടുക്കാം നമ്മളെ മീനിനെ. ഒന്ന് ഫുള്ളായിട്ടൊന്ന് റൗണ്ട് ചെയ്തിട്ട് ഒന്ന് പൊതിഞ്ഞ് സെറ്റാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഫോയിൽ പേപ്പറൊക്കെ പൊതിഞ്ഞ് അങ്ങനെ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. കണ്ടല്ല, ബാലൊക്കെ നല്ല അടിപൊളിയാക്കിയിട്ട് ഉഷാറാക്കിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, ഒന്ന് നമ്മളെ പൂത്തിരിയൊക്കെ ഒന്ന് റെഡി ആക്കിയാണ്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മളെ പൂത്തിരിയൊക്കെ എന്ത് ചെയ്യുക, കാർബോണിൻ്റെ പീസായിട്ട് നമ്മൾ അടി വെച്ചത് പൂത്തിരി കൈക്ക് ഇങ്ങനെ ആദ്യം ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം അല്ലേ. ഒരു ബോക്സിൽ ഏകദേശം 10 പീസായിട്ട് ഉണ്ടാവുക. അങ്ങനെ പൂത്തിരൊക്കെ ഏകദേശം ഇതാ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ചെറിയ ഓരോന്നും ഇങ്ങനെ എടുത്താണ്ട് ഇങ്ങനെ ചെറിയ ബോർഡറിൽ ഇങ്ങനെ വെക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ഫിഷ് വെക്കുന്നത്. അടിപൊളിയായിട്ട് ഇങ്ങനെ ബോർഡർ ആക്കിയിട്ട് ഇങ്ങനെ വെക്കാം. ഏകദേശം ഇങ്ങനെ നമ്മൾ ബോർഡർ ആക്കി ഇങ്ങനെ വെക്കണം. ഇനി അതേമാതിരി ഓപ്പോസിറ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. ഓപ്പോസിറ്റ് അതേമാതിരി ഇങ്ങനെ ലെവലിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അങ്ങനെ നമ്മൾ പൂത്തിരിൻ്റെ ലാസ്റ്റത്തെ ഫിനിഷിംഗ് വർക്ക് കഴിഞ്ഞ് ഇനി ഫോയിൽ പേപ്പറിൽ വെച്ച സൂതൊന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. മീനൊന്ന് വെച്ച് കൊടുക്കട്ടോ. ഇനി എന്ത് ചെയ്യുക, പുറം ഭാഗത്തുള്ളതൊക്കെ ഒന്ന് അടുപ്പിച്ച് വെക്കാം. ഇതിൻ്റെ മുകളിൽ
ഓരോന്നിങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. ഓപ്പോസിറ്റ് അതേമാതിരി ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി നമുക്കൊന്ന് കത്തിച്ച് ഉഷാറാക്കാം. അങ്ങനെ നമ്മളതൊന്ന് കത്തിച്ച് വെക്കണം നമ്മളെ പൂത്തിരി. ഒന്ന് ചൂടാവട്ടെ, ജസ്റ്റ് ഒന്ന് ചൂടായാൽ ബാക്കിയുള്ളതൊക്കെ സെറ്റാണ്. വിചാരിച്ചതിനെക്കാട്ടിലും നല്ല കിടിലനായിട്ട് തന്നെ കത്തി അങ്ങനെ ഉഷാറാവുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കത്തുണ്ട്. അങ്ങനെ ഏകദേശം ഇതാ നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. നമുക്കിത് ഒന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മളെ ഫോയിൽ പേപ്പറൊക്കെ ഒഴിവാക്കിയാണ്ട് നമ്മളെ മീൻ എങ്ങനെ ഉണ്ട് നോക്കാം. ഒന്ന് ജസ്റ്റ് നല്ല ചൂടൊക്കെ ഉണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഒഴിവാക്കിയിട്ട് ഉണ്ടോ, ഫോയിലൊക്കെ നല്ല കത്തി അടിപൊളിയായിട്ടുണ്ട്. ഇതൊക്കെ ഒക്കെ ഒന്ന് മാറ്റി വെക്കാം. മുകളിലുള്ള ഫോയിൽ പേപ്പറൊക്കെ ഒന്ന് ഒഴിവാക്കിയെടുക്കുക. ഏകദേശം നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ഉണ്ട്. അതൊക്കെ ഒഴിവാക്കിയാണ്ട് ഒന്ന് ഉഷാറാക്കാം. കണ്ടില്ലേ, ഏതാ അറിയോ, നല്ല അടിപൊളിയായിട്ട് തന്നെ ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയില്ലേ. മീനെങ്ങനെ ഉണ്ട് വന്ന് നോക്കിയാലോ. പൊള്ളിപ്പൻ ഉണ്ടല്ലേ. അങ്ങനെ ഫോയിൽ പേപ്പറൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. എങ്ങനെ ഉണ്ട് നോക്കാം. ചെറുതായിട്ടൊന്ന് ഉള്ളി വെക്കട്ടോ. ഓ ഉണ്ടോ, കിടലനായിട്ട് പോരുന്നുണ്ട്. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കഴിച്ചു നോക്കുക എങ്ങനെ ഉണ്ട് എന്ന്. ഫോയിൽ പേപ്പർ ആക്കിയോണ്ട് ഇതിൻ്റെ പുറം ഭാഗത്തേക്ക് ഉൾഭാഗത്തേക്കൊന്നും അതിനായിട്ട് ആയിട്ടില്ല കേട്ടോ. ഒന്ന് കഴിച്ചു നോക്കട്ടെ. അടിപൊളി കേട്ടോ, നല്ല കിടലൻ ടേസ്റ്റ്. നമ്മൾ സാധാരണ കുക്ക് ചെയ്യാനായിട്ട് പെട്ടെന്ന് ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തുവാണ്. അപ്പോൾ ഇതിലും നല്ലൊരു കിടിലൻ റെസിപ്പി ആയിട്ട് ഇനിയും കാണാം.